സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് 3.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് ഉയർന്നത്. ഇപ്പോൾ അത് 40 ഡിഗ്രിയിലെത്തിയിട്ടുണ്ട്. ജില്ലയിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. ഒരാഴ്ചക്കാലം ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാജിദ ജുമൽ 40 ഡിഗ്രിയായി ഉയർന്ന പാലക്കാട് നിന്ന് നൽകുന്ന റിപ്പോർട്ട്. പാലക്കാട് അതിശക്തമായ ചൂട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റോട്ടിൽ നിൽക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ചൂടാണ് ഇവിടെ ഉള്ളത്. റോഡിന്റെ ചൂട്, ടാറിന്റെ ചൂട്, സൂര്യന്റെ ചൂട് എല്ലാം കൂടി തിളച്ച് മറിയുകയാണ്. ഇവിടെ ഈ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലെ, അതായത് കൊച്ചിയിൽ നിന്ന് സേലത്തേക്ക് പോകുന്ന ഹൈവേയിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അതികഠിനമായ ചൂടിലാണ് ഈ ജീവനക്കാർ ജോലികൾ ചെയ്യുന്നത്. അവർ പറയുന്നത് തങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പണി നിർത്തും എന്നുള്ളതാണ്. എന്തായാലും ഈ തൊഴിൽ വകുപ്പിന്റെ നിർദ്ദേശം 11 മണി മുതൽ 3 മണി വരെ ഈ നേരിട്ടുള്ള വെയിൽ കൊള്ളരുത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ആ തൊഴിലാളികളും അവരുടെ കരാറുകാരുമായ ആളുകൾ ഉണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂട്. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എത്ര മണി വരെ ഈ പണി ഉണ്ടാവും? 11 മണി വരെ ഉണ്ടാകും. 1 മണിക്കൂർ പണി എടുത്തിട്ട് അടുത്ത് ടെസ്റ്റിൽ ഉണ്ടാകും. തിരിച്ച് അത് 3 മണി 4 മണി സമയத்தில் വർക്ക് திரும்ப സ്റ്റാർട്ട് பண்ணுം. ഈ പകല് 11 മണി മുതൽ ഒരു 3 മണി വരെ, 4 മണി വരെ വെയിൽ ചൂട് പുറത്ത്. ഇപ്പോഴേ ഈ 10 മണി നേരത്തെ ഭയങ്കര ചൂടല്ലേ? 10 മണിക്ക് ഭയങ്കര ചൂട്. அதனால கொஞ்ச நேரம் பணி எடுத்துட்டு அடுத்து ரெஸ்ட் எடுக்கணும். പിന്നെ നൈറ്റിൽ പണിയുണ്ടോ? നൈറ്റിൽ ഒരു 1 അവർ சேர்த்து ഈവനിങ് നൈറ്റ് നേരം കുറച്ച് 1 മണിക്കൂർ சேர்த்து എടുക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ പണി சேர்த்து എടുക്കും. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? ജാസ്തി ഉണ്ട്. നിങ്ങളവിടെ തമിഴ്നാടാണോ? തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ ചൂടുണ്ടോ? ഇതൊക്കെ ചൂടല്ല, കുറച്ച് കമ്മിയാ തരും. ഇതിൽ ഈ തൊഴിലാളികൾ പറയുന്നത് അവർ ഈ 3 മണിവരെ ഈ ജോലികൾ നിർത്തിവെക്കും എന്നുള്ളതാണ്. എന്തായാലും അതിശക്തമായ ചൂടാണ്. നമുക്കറിയാം ഈ വാളയാർ ചുരം കഴിഞ്ഞ് ഇങ്ങോട്ട്, വാളയാർ ചുരം എന്ന് പറയുമ്പോൾ പാലക്കാടൻ ചുരം എന്നാണ് അറിയപ്പെടുക. അത് വയനാട് ചുരം പോലെ, താമരശ്ശേരി ചുരം പോലെയോ ഇല്ലെങ്കിൽ നെല്ലിയാമ്പതി അട്ടപ്പാടി ചുരം പോലെയല്ല. അത് വലിയൊരു ഈ പശ്ചിമഘട്ടത്തിനിടയിലെ വലിയൊരു വിടവാണ്. ആ വിടവിൽ നിന്ന് ഈ ഉഷ്ണക്കാറ്റ് ഈ ഭാഗത്തേക്ക് അടിക്കുന്നത് കൊണ്ടാണ് ഇത്ര വലിയ ചൂട് അനുഭവപ്പെടുന്നത്. ഇത് പകൽ സമയത്ത് വെയിലിന്റെ ചൂടാണെങ്കിൽ രാത്രി ആളുകൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത വിധമുള്ള അതിശക്തമായ ചൂടും ആളുകൾ വിയർത്തൊലിക്കുന്ന വലിയ ഒരു പ്രയാസം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 41 ഡിഗ്രി 42 ഡിഗ്രി ചൂട് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വർഷം അതിൻ്റെ ഒരു തീവ്രത, ആളുകൾക്ക് അത് നേരിട്ട് ബാധിക്കുന്നതിൻ്റെ ഒരു അനുഭവം കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്തായാലും 18-ാം തീയതി വരെ ഈ ചൂട് തുടരും. 40 ഡിഗ്രി ചൂട് തുടരും. ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ടാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. ഈ യെല്ലോ അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ വെയിൽ നേരിട്ട് കൊള്ളുന്നതിൽ നിന്ന് ആളുകൾ പരമാവധി മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. അത് തൊഴിൽ വകുപ്പ് കർശനമായി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ലേബർ ഓഫീസർമാരോട് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും പരിശോധനകൾ വേണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ചൂട് ഈ 18-ാം തീയതിക്ക് ശേഷം ഈ വേനൽ മഴ ലഭിക്കുന്നതോടുകൂടി ചൂട് കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ദേശീയപാതയിലെ ഒരു കാഴ്ച മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ ഈ നേരിട്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ അൾട്രാവയലറ്റ് രശ്മിയും മറ്റും ഏൽക്കുമോ എന്ന ഒരു ഭയപ്പാടുണ്ട്. എന്തായാലും ഈ യെല്ലോ അലർട്ടാണ്, അതുകൊണ്ട് കൂടുതൽ ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ നൽകുന്നത്.